ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓഡിയോ ഇൻ്റർഫേസ് ഇതെല്ലാം തന്നെ നമുക്ക് മൈക്കുമായി കണക്ട് ചെയ്യുന്നതിന്, അതായത് XLR മൈക്കുമായി എല്ലാം കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സാധാരണ ഇതാണ് ഇപ്പോൾ ഇവിടെ ഓഡിയോ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് റേറ്റ് 2i2 ഫോർത്ത് ജനറേഷൻ ഓഡിയോ ഇൻ്റർഫേസ് ആണ്. ഇത് നമ്മുടെ മൈക്കുമായി കണക്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന XLR കേബിളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ഓഡിയോ ഇൻ്റർഫേസിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വശം ഇത് നമ്മുടെ മൈക്കിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് XLR മൈക്കെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് അറിയുമായിരിക്കും ഈ ഒരു കാര്യം. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്ന ഈ ഒരു കേബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കേബിൾ ഇത് വളരെയധികം വില കുറഞ്ഞൊരു കേബിളെല്ലാമാണ് ആദ്യം ഞാൻ പർച്ചേസ് ചെയ്തത്. ഏകദേശം 2 വർഷത്തോളമായി ഞാൻ ഈ ഒരു കേബിളെല്ലാം യൂസ് ചെയ്യുന്നു. ഹോക്ക് എന്ന ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു കേബിളെല്ലാം വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 500 സംതിങ് എല്ലാമാണ് എനിക്ക് ഈ ഒരു കേബിളിന് വന്നിരുന്ന ചാർജ്. എന്നാൽ ഇത് എൻ്റെ കയ്യിൽ നിന്നും 1-2 തവണ താഴെയെല്ലാം വീണതിന് ശേഷം ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലാരിറ്റി എല്ലാം കുറവെല്ലാം കാണുന്നുണ്ട്. അതായത് നമുക്ക് ചില ഭാഗത്ത് വോയിസ് ഒന്നും ക്യാപ്ചർ ആകുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെല്ലാം വന്നിരുന്നു. അതിനാൽ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ ഒരു കേബിളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. റോഡ് എന്നത് വളരെ റെപ്യൂട്ടഡായ ഒരു ബ്രാൻഡാണ്. അതിനാൽ തന്നെ നല്ല ക്വാളിറ്റി കേബിളെല്ലാമാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു വയലറ്റ് കേബിളെല്ലാമാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ തന്നെയാണിത്. ഈ ഒരു കേബിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇത് രണ്ടും പർപ്പസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4100 രൂപയെല്ലാമാണ്. അപ്പോൾ നേരത്തെ ഞാൻ വാങ്ങിയിരിക്കുന്ന ആ ഒരു കേബിളിന് 500 സംതിങ് എല്ലാമാണ് വന്നിരുന്നതെങ്കിൽ ഇതിന് 4000-ൽ കൂടുതൽ പ്രൈസ് എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷേ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഈ ഒരു കേബിൾ യൂസ് ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഈ 500-ന് വാങ്ങിയിരിക്കുന്ന ഈ ഒരു കേബിൾ യൂസ് ചെയ്താലോ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലെല്ലാം വലിയ വ്യത്യാസമെല്ലാം വരാൻ സാധ്യതയുണ്ടോ എന്നെല്ലാം ആയിരിക്കും ആളുകൾക്ക് അറിയേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 കേബിളും ഞാൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതായത് റോഡിൻ്റെ ആണെങ്കിലും ഈ 500 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന കേബിളാണെങ്കിലും ഏകദേശം ഒരേ ഒരു ക്വാളിറ്റി തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു വലിയ എമൗണ്ട് എല്ലാം കൊടുക്കുന്നത്? ഇത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഇത് ഡാമേജായി. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പക്ഷേ ഒരുപാട് കാലമെല്ലാം ഇതെല്ലാം തന്നെ ലാസ്റ്റ് ചെയ്യുമായിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു ഫിനിഷിങ്ങോട് കൂടിയെല്ലാമാണ് ഈ ഒരു കേബിളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം നോക്കുന്നവർക്കെല്ലാം തന്നെ വേണമെങ്കിൽ ഇതുപോലെ പ്രീമിയം പ്രൊഡക്റ്റ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് താൽക്കാലികമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ക്വാളിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതെല്ലാം തന്നെ പ്രീമിയം ലെവലിലേക്ക് പോകുന്നത് എങ്കിൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ ടെക്നിക്കലായി, അതായത് ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ എന്തെങ്കിലും വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് എല്ലാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു റോഡിൻ്റെ കേബിളിൽ കുറച്ചെല്ലാം കുറവായിരിക്കാം. എന്നാൽ ഇതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയിസ് എല്ലാം ചെറുതായി വന്നു എന്നെല്ലാം വരാം. അത്രത്തോളം ടെക്നിക്കലായി ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇത് രണ്ടും റെക്കോർഡ് ചെയ്തിരിക്കുന്ന സൗണ്ട് ക്വാളിറ്റി ഇത് ജസ്റ്റ് കമ്പയർ ചെയ്യുകയുണ്ടായി. ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്കൊരു XLR കേബിൾ വാങ്ങണമെന്നില്ല. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കേബിൾ എല്ലാം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി എല്ലാം കിട്ടുമെന്നതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ വലിയ രീതിയിലുള്ള എമൗണ്ട് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്കൊരു പ്രീമിയം കേബിൾ എല്ലാം വേണം, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വർഷത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതെല്ലാം ആണെങ്കിൽ ഇത്തരത്തിൽ പ്രീമിയം ക്വാളിറ്റിയിലേക്കെല്ലാം പോകാം. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്